ഹലയ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയത് കടലത് നമുക്ക് കോർപ്പറേഷന്റെ ഒരു സംഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കാം. ഓരോ പാരാമീറ്ററും താഴെ കൂടുതൽ വിശദമായി നോക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം നോക്കാം. ദീർഘ ദാക്രമുകയന്റെ അറ്റമനെ ദലയത് അക്കാലത്തെ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത്. ഏപ്രിൽ 18, 2025. വർഗീകരണം അനുസരിച്ച് ദയത് കരലത കമ്പനി എന്നത് ദാക്രമുകയന്റെ ഉപവിഭാഗത്തിൽപ്പെടുന്നു. മൂപ്പജാത് താരതമ്യത്തിൽ 60 കമ്പനികൾ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. കമ്പനിയുടെ ആകെത്തുക 10.1. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.5 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 1 പോയിന്റ് റേറ്റിംഗിനെതിരെ യഥാർത്ഥ ദാക്രമുകയന്റെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. അനർഥ ദാക്രമുകയന്റെ ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ജെർദ ദാക്രമുകയന്റെ 8.5% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -2.1%. ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല, പക്ഷേ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം ജെർദ ദാക്രമുകയന്റെ മൂല്യം $786.79 ബില്യൺ, $3405 ബില്യൺ ഉപവിഭാഗ വിപണി മൂലധനം. ജെർദ ദാക്രമുകയന്റെ 23.18% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിന്റെ നേതാക്കളിൽ ഒരാളാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $131.72 ബില്യൺ ആണ്. $724 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം. ജെർദ ദാക്രമുകയന്റെ 18.193% വിഹിതം. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ജെർദ ദാക്രമുകയന്റെ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 23.108%. ബാലൻസ് ഷീറ്റ് മൂലധനം 18.193%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 21% കുറവാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ കടബാധ്യതകൾ $31.60 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 24% വരും. കമ്പനിയുടെ ഡെറ്റ് ലെവലിൽ ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 21.6 ആണ്. 37.9 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ 43% കുറവാണ്. ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വില മുതൽ ലാഭ സൂചകം വരെയുള്ള വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $36,478 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $55,067 മില്യൺ ആണ്. നിലവിലുള്ളതിനേക്കാൾ 51% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 8.7 ആണ്. 4.2 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 107% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $90,020 മില്യൺ ആണ്.
വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $410 മില്യൺ. അത് ഇപ്പോഴുള്ളതിനേക്കാൾ 34% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 40.5%. ഉപവിഭാഗത്തിന് ശരാശരി 11.1%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 29.5%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0%. ഇത് വിപണി മൂലധനത്തിന്റെ ഒരു വിഹിതത്തേക്കാൾ കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം $0,000. ഉപവിഭാഗത്തിൽ $2,567,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $0,000. ഉപവിഭാഗത്തിൽ ശരാശരി $67.8. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം $0,000 ആണ്. ഉപവിഭാഗം പ്രകാരം $613,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 0.6%. ഉപവിഭാഗത്തിന് ശരാശരി 1.9%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് റിസ്ക് ഇൻഡിക്കേറ്റർ ആണ്. സൂചകം 14 കമ്പനിക്ക് 40% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 42%. ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം $152 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $232 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 53%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി വിവര വിലയിരുത്തൽ സംവിധാനം ഒരു തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി.